ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു സൺഡേ വ്ളോഗാണ്. വെറുതെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു അഞ്ജുവിനെ പോയി കാണാം. അഞ്ജു ബാംഗ്ലൂരുണ്ടെന്ന്. അപ്പോൾ അഞ്ജു ഒരറ്റത്തും ഞാൻ വേറൊരു അറ്റത്തുമാണ്. 1 hour ട്രാവൽ ഉണ്ട് മെട്രോയിൽ തന്നെ. എൻ്റെ പണ്ടത്തെ വീഡിയോസ് കാണുന്നവർക്ക് അഞ്ജു ആരാന്ന് മനസ്സിലായി കാണും. അങ്ങനെ നീണ്ടൊരു യാത്രയ്ക്ക് ശേഷം ഞാൻ അഞ്ജുവിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഞങ്ങൾ കോളേജ് കഴിഞ്ഞിട്ട് കണ്ടിട്ടില്ല. ഞാൻ അവളെ വീട്ടിൽ പോയി നിന്നല്ലാണ്ട് പിന്നെ കണ്ടിട്ടില്ല. അപ്പോൾ കുറേ കഥകളും ഒക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം പറഞ്ഞിരുന്ന് അവളെ പി ജിന്ന് ഫുഡെല്ലാം കഴിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്ക് വേണ്ടി സർപ്രൈസ് ആയിട്ട് അവൾ കുക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവൾ പോയി മാങ്ങയെല്ലാം വാങ്ങിച്ചു വന്നൊരു ചെറിയ ഡെസേർട്ട് ഉണ്ടാക്കിയിരുന്നു. ആൻഡ് ദാറ്റ് വാസ് സോ സ്വീറ്റ് ഓഫ് ഹർ ടു മേക്ക് സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ എനിക്ക് വേണ്ടി കുക്ക് ചെയ്തു എന്നൊക്കെ അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അവൾ ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അവളെ ഞാൻ പൊക്കാറേ ഇല്ല. സംഭവം നല്ല രസമാണ്, എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അങ്ങനെ നമ്മളതെല്ലാം കഴിച്ച് അവൾക്കും കുറച്ച് ടേസ്റ്റ് ചെയ്യാനെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സ്റ്റുഡിയോയിലേക്ക് പോയി. ഷോപ്പിംഗ് നിർബന്ധമാണല്ലോ. അങ്ങനെ നമ്മൾ നടന്ന് സ്റ്റുഡിയോ എല്ലാം എത്തി. അവിടെ കുറേ തിണ്ടി തിരിഞ്ഞ് നടന്നപ്പോഴാണ് ഒരു ചെരുപ്പ് കാണുന്നത്. ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിച്ച് പോയതല്ലെങ്കിലും ആ ചെരുപ്പ് കണ്ടപ്പോൾ എനിക്ക് തോന്നി കോളേജിലേക്ക് ഇടാൻ പറ്റിയ ചെരുപ്പാണെന്ന്. അങ്ങനെ നമ്മൾ ആ ചെരുപ്പെല്ലാം അവിടെ നിന്ന് വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴാണ് ഞാൻ അറിയുന്നത് സ്റ്റുഡിയോ ബ്രാൻഡിന് അവർ ബ്യൂട്ടി കോസ്മെറ്റിക്സ് വെക്കാൻ വേണ്ടി മാത്രം ഒരു ഷോപ്പ് ഉണ്ടെന്ന്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. യൂഷ്വലി ഞാൻ സ്റ്റുഡിയോൻ്റെ ഉള്ളിലാണ് മറ്റേ ലിപ്സ്റ്റിക്സും സംഭവങ്ങളെല്ലാം കാണാറ്. ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു സ്റ്റുഡിയോ നീ എപ്പോഴാണ് ഇങ്ങനെയായെന്ന്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു പെർഫ്യൂം അഞ്ജുവിന് വാങ്ങിച്ചിട്ട് ഇറങ്ങി നേരെ വെസ്റ്റ് സൈഡിൽ പോയി. അവിടെയും കുറേ ട്രയലെല്ലാം ചെയ്ത് നോക്കി, ലിപ്സ്റ്റിക്കെല്ലാം നോക്കി ഇറങ്ങിയപ്പോഴാണ് എനിക്ക് പാർലർ പോകണം ഞാൻ ഓർത്തത്. അങ്ങനെ കണ്ട പാർലറിൽ ഞാൻ കയറി ത്രെഡിങ് എല്ലാം ചെയ്തിട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ എൽബിൻ്റെ ഏവലിനെയും കാണാമെന്ന് വെച്ചു. അവരും അവിടെ അടുത്തായിരുന്നു. അങ്ങനെ അവരെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അവനെയും കണ്ടിട്ട് കുറേ കാലമായിരുന്നു. എന്തുകൊണ്ടോ ഞാൻ ഏബലിൻ്റെ ക്യാമറയിൽ ഇൻക്ലൂഡ് ചെയ്തില്ല, ഞാൻ വിട്ടുപോയി. അങ്ങനെ നമ്മൾ അവിടുന്ന് ബസ് കയറി മെട്രോ സ്റ്റേഷനിലോട്ട്. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ഈ ബസ് മെട്രോയിലെല്ലാം കയറുമ്പോൾ വീഡിയോ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും ഞാൻ ആകെ തളർന്നു. കാരണം ഇതൊരു ട്രിപ്പ് പോകുന്ന പോലെയാണ്. 1 മണിക്കൂർ അങ്ങോട്ട് 1 മണിക്കൂർ ഇങ്ങോട്ട്. ഫൈനലി ഒരു ചെറിയൊരു പിക്നിക്ക് പോകുന്ന പോലെ ദൂരമുണ്ട്. അങ്ങനെ ബാംഗ്ലൂരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഈ മറ്റേ റീൽസിലെല്ലാം കാണുന്ന പോലെ. അങ്ങനെ നമ്മളെങ്ങനെയൊക്കെ മെട്രോ എല്ലാം കയറി തിരിച്ചു വരുമ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാനൊരു ഉടുപ്പി റെസ്റ്റോറൻറ്റ് ആണെന്ന് തോന്നുന്നു, അവിടെ കയറിയിട്ട് നല്ലൊരു ക്യാരറ്റ് ഹൽവ കഴിച്ചു. ക്യാരറ്റ് ഹൽവ വാസ് സോ ഗുഡ്. ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടി പനീർ മസാല ദോശ ഓർഡർ ചെയ്തിരുന്നു. കാണാനൊരു പിസ്സ വൈബായിരുന്നു. അത് അത്രയ്ക്ക് രസമില്ലെങ്കിലും പക്ഷെ എനിക്ക് പനീർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ കഴിച്ചു. ആൻഡ് ക്യാരറ്റ് ഹൽവ ഒന്നും പറയാനില്ലായിരുന്നു. അങ്ങനെ ഫുൾ ടയേർഡ് ആയതുകൊണ്ട് എനിക്ക് ഔട്ട്രോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ പി ജി എത്തിയപ്പോഴേക്കും ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.